Good evening, ma'am. Good evening, all. Good evening, ma'am. Good evening. Good evening, miss. How are you? Fine. 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 മഴയൊക്കെ എങ്ങനെയുണ്ട്? നല്ല മഴയാണ്. നല്ല മഴയല്ലേ? ആരെങ്കിലും അവിടെ വെള്ളക്കെട്ട് എന്തെങ്കിലും ഉണ്ടോ? വെള്ളം കയറുന്ന പ്രശ്നം വല്ലതും ഉണ്ടോ? മിസ് ഇവിടെ വെള്ളം കയറി. അതെയോ? നിങ്ങളുടെ അതെ അതെ. വീടിന്റെ അകത്തേക്ക് വെള്ളം കയറി തുടങ്ങിയോ? ഇല്ലില്ല, ഇവിടെ റോഡിൽ തന്നെ. ആ ആ. ഇവിടെയും ഞങ്ങളുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ വെള്ളം വന്ന്, പിന്നെ മഴ തോർന്നപ്പോ അങ്ങ് പോയി. പ്രശ്നമില്ലാണ്ട് മാറിയില്ലേ മാം? അവിടെ നിന്ന് മാറിയില്ലേ? മാമിന്റെ അല്ല, അവിടുന്ന് കുറച്ച് പേര് ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ മാറ്റിയല്ലോ കളമശ്ശേരിന്ന്. കളമശ്ശേരിന്നല്ലേ? ആ, ഞങ്ങളുടെ ഇവിടെ ഒന്നും വെള്ളം അടിഭാഗത്തൊക്കെ കളമശ്ശേരി അടിയിൽ കുറച്ച് പാടം സൈഡിലുള്ളവരൊക്കെ മാറി തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. പേടിയാവുന്നു. 2018 റിപ്പീറ്റ് ആവുമെന്ന് പേടിക്കണം. ഓക്കെ, മഴ ഇങ്ങനെ നിർത്താണ്ട് പെയ്യുമ്പോ ഉച്ച തൊട്ട് നിർത്താതെ പെയ്തേക്കണേണല്ലോ, അപ്പൊ എല്ലാവർക്കും ടെൻഷനിലാണ്. ദൈവം കാക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു പ്രശ്നമൊന്നും വരാണ്ട് അല്ലേ. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ മാം. Is the screen visible to you? സ്ക്രീൻ കാണുന്നില്ലേ? Yes, ma'am. യെസ് മാം. Yes, ma'am. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നൗൺസ് ആൻഡ് പ്രോനൗൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നെയിമിംഗ് വേർഡ്. നെയിം അത് ഒരു പേഴ്സൺ ആവാ, തിങ് ആവാ, ആൻഡ് എ പ്ലേസ്. ഇതിൽ ഏതെങ്കിലും ഒരു ഇതിന്റെ നെയിമിനെ നമ്മൾ യൂസ് ടു കോൾ ഇറ്റ് ആസ് എ നൗൺ. Then nouns are classified into 4: common noun, proper noun, abstract noun, and collective noun. Common noun എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the things that are commonly seen around, നമ്മുടെ ചുറ്റും കോമൺലി കാണുന്ന ആ നൗൺസിനെയൊക്കെ നമുക്ക് കോമൺ നൗൺസ് എന്ന് വിളിക്കും. When it is given a specific name or it is given a specific importance, then we call that noun as a proper noun. പിന്നെ പറഞ്ഞതാണ് ആബ്സ്ട്രാക്ട് നൗൺ. അത് നമുക്ക് നമ്മുടെ ഫീലിംഗ്, ഇമോഷൻസ്, ഒരു ക്വാളിറ്റീനെ കാണിക്കുന്ന നൗൺസിനെ ആബ്സ്ട്രാക്ട് നൗൺ എന്നും. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് നൗൺസ്, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ, ഒരു ഗ്രൂപ്പ്, ഒരു കളക്ഷൻ, അതിനെയാണ് കളക്റ്റീവ് നൗൺസ് എന്നും പറയുന്നത്. അങ്ങനെ 4 ടൈപ്പ് നൗൺസിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. Then we came to then uncountable and countable nouns. കൗണ്ടബിളും അൺകൗണ്ടബിൾ, ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 2: കൗണ്ടബിളും അൺകൗണ്ടബിളും. കൗണ്ടബിൾ എന്താണെന്ന്, ദാറ്റ് ഈസ് വിച്ച് വി ക്യാൻ കൗണ്ട് എക്സാക്ട്ലി, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസിനെ കൗണ്ടബിൾ എന്നും, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത, എക്സാക്ട്ലി ഒരു നമ്പർ എടുത്ത് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺസിനെ അൺകൗണ്ടബിൾ എന്നും നമ്മൾ പറഞ്ഞു. എക്സാമ്പിൾസും അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞില്ലേ. കൗണ്ടബിളിന്റെ എക്സാമ്പിൾസ് ആണ് ബുക്ക്,
ചെയർ, ഡെസ്ക്, അതൊക്കെ ഓരോന്നോരോന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഇതിനെയൊക്കെ നമ്മൾ കൗണ്ടബിൾസ് എന്നും, അൺകൗണ്ടബിൾ ദാറ്റ് ഇസ് വാട്ടർ, ഓയിൽ, ഷുഗർ, അതൊക്കെ നമുക്ക് വേ ചെയ്യാനല്ലേ പറ്റുള്ളൂ, അല്ലാണ്ട് ഓരോന്നെടുത്ത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെയൊക്കെ നമുക്ക് അൺകൗണ്ടബിൾ എന്നും നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ വേറൊരു പറഞ്ഞ കാര്യമായിരുന്നു കൗണ്ടബിൾ നൗൺസ് ക്യാൻ ബി പ്ലൂറൽ ഫോം. കൗണ്ടബിൾ നൗൺസിന് മാത്രമേ ഈ പ്ലൂറൽ ഫോംസ് ഉണ്ടാവുള്ളൂ, വേറെ അൺകൗണ്ടബിൾ നൗൺസിന് പ്ലൂറൽ ഫോംസ് ഉണ്ടായിരുന്നില്ല. പ്ലൂറലും സിംഗുലറും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞായിരുന്നു. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം, വൺ പേഴ്സൺ ഓർ എ തിങ്, ഒരെണ്ണമാണ് സിംഗുലറും, എന്നാൽ ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് പ്ലൂറൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എ ഓർ ആൻ, എവിടെയാണ് എ ഓർ ആൻ യൂസ് ചെയ്യണതും ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ആൻ യൂസ് ചെയ്യണത് വവൽസിലും എ യൂസ് ചെയ്യണത് കോൺസണൻസിലും. വവൽസ് അല്ലാത്ത ലെറ്റേഴ്സുകളെല്ലാം കോൺസണൻസ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ കോൺസണൻസിന്റെ ഒപ്പം യൂസ് ചെയ്യേണ്ട വേർഡാണ് എ. മറ്റേ വവലാണെങ്കിൽ ആൻ. അതെല്ലാം പറഞ്ഞില്ലേ അമ്മ? എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ? ആർക്കും ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇതില്? നമുക്ക് അടുത്തയിലേക്ക് പോകാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ആണ് ഫോർമേഷൻ ഓഫ് പ്ലൂറൽ നൗൺസ്. ഇനി ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. എങ്ങനെയാണ് പ്ലൂറൽ നൗൺസ് ഫോം ചെയ്യണ കുറച്ച് റൂൾസ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാണ്? ഫസ്റ്റ് അത് എങ്ങനെയായിരുന്നു? എ പ്ലൂറൽ നൗൺ ഡിനോട്ട്സ് മോർ ദാൻ വൺ. ഒന്നിൽ കൂടുതൽ കാണിക്കുന്ന ഇതിനെയാണ് നമ്മൾ പ്ലൂറൽ നൗൺ എന്ന് പറയുന്നത്. മോർ ദാൻ വൺ ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് പ്ലൂറൽ. അപ്പം അതിന് എങ്ങനെയാണ് ഒരു പ്ലൂറൽ ഫോം ചെയ്യേണ്ടത്? വെറുതെ ഒന്ന് എസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് ദാറ്റ് നൗൺ ഇൻ ടു എ പ്ലൂറൽ. അപ്പൊ എ ബോയ് എന്ന് പറയുന്നതിന്റെ പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സ്. എസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് പ്ലൂറൽ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. പിന്നെ അതേപോലെ എസിന് പകരം ചില വേർഡ്സിൽ നമുക്ക് ഉണ്ടോ, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഇ എസ് ആഡ് ചെയ്യാം. ഇ എസ് ആഡ് ചെയ്യണത് ഏതൊക്കെയായിരിക്കും? ലാസ്റ്റ് CH, SH, X ഈ വേർഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ആഡ് ES ആൻഡ് മേക്ക് ദോസ് പ്ലൂറൽസ്, മേക്ക് ദോസ് നൗൺസ് ഇൻ ടു പ്ലൂറൽസ്. ഫോർ എക്സാമ്പിൾ ബെഞ്ച്, ബെഞ്ചസ് ആയി, ഗ്ലാസ്, ഗ്ലാസസ് ആയി, ബുഷ്, ബുഷസ് ആയി. കേട്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് പ്ലൂറൽ ആക്കാം. ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. അടുത്തത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇതാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ്, മോസ്റ്റ് നൗൺ എൻഡിങ് ഇൻ O ഫോം their plurals by adding only S. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെയാണ് എൻഡിങ് ഇൻ O എന്നുള്ള അക്ഷരം വെച്ചിട്ട് അവസാനിക്കുന്ന നൗൺസ് ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ പ്ലൂറൽ ആക്കാം? വി ജസ്റ്റ് ആഡ് S. നമുക്കൊരു S വെറുതെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്ലൂറൽ ആക്കാം. ES വേണ്ട, ജസ്റ്റ് S. ഫോർ എക്സാമ്പിൾ കുറെ എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതാ ഓട്ടോ എങ്ങനെയാണ് പ്ലൂറൽ ആയത്? ഓട്ടോസ്. എസ് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ? O ലാസ്റ്റ് വന്നിട്ടുണ്ട്. കസീനോ, ഡൈനാമോ, എസ്കിമോ. എസ്കിമോ ഒക്കെ എങ്ങനെ? എസ്കിമോസ് ആയി. കിമോനോ, കിമോനോസ് ആയി. കിമോനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇത് ജാപ്പനീസ് ഒരു ഡ്രസ്സാണ്. ജാപ്പനീസുകാർ ഒരു തരം ഡ്രസ്സില്ലേ, അതിനാണ് കിമോനോ എന്ന് പറയുന്നത്. അതുപോലെ പിയാനോ, പിയാനോസ് ആയി. ടുബാക്കോസ് ആയി. കണ്ട? അപ്പൊ എല്ലാം എസ് വരുന്നതെല്ലാം O വരുന്നതെല്ലാം വി ക്യാൻ മേക്ക് ഇറ്റ് എ പ്ലൂറൽ ബൈ ആഡിങ് S. അതാണ് അടുത്ത റൂൾ. ഈ റൂൾ അതാണ് പറയുന്നത്. നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമുക്ക് ഒരു പ്ലൂറൽ ആക്കണമെങ്കിൽ വി ക്യാൻ ജസ്റ്റ് ആഡ് S. പിന്നെ പറഞ്ഞ റൂളാണ് SHO, CHO, XO വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു വാക്കിന്റെ അവസാനം SHO, CHO, XO ആണ് വന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ആഡ് ES. ES ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ പ്ലൂറൽ ആക്കുന്നത്. അടുത്ത് ഇന്ന് പറഞ്ഞ ഈ പോയിന്റ് എന്താ പറയണത്? മോസ്റ്റ് നൗൺ എൻഡിങ് ഇൻ O. ഒരു നൗൺ O ആണ് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നതെങ്കിൽ, ഒരു വേർഡിന്റെ ലാസ്റ്റ് O ആണെങ്കിൽ നമുക്ക് അതിനെ പ്ലൂറൽ ആക്കുന്നത് വി ക്യാൻ ജസ്റ്റ് ആഡ് S. നേരത്തെ പറഞ്ഞ പോലെ ആ ജനറലി നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു S ആഡ് ചെയ്ത് കൊടുത്താൽ ഇവിടെയും അത് പ്ലൂറലോ. അപ്പൊ പിയാനോ, പിയാനോസ്, മൊമെന്റോ, മൊമെന്റോസ്, സീറോ, സീറോസ്, ബഫല്ലോ, ബഫല്ലോസ്. കണ്ട? വോൾക്കാനോ, വോൾക്കാനോസ്. എല്ലാം O അവസാനം വരുന്നതിനെല്ലാം ജസ്റ്റ് S ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ പ്ലൂറൽ ഫോം. ഓക്കെ. ഇനി നെക്സ്റ്റ്, അടുത്ത റൂൾ എന്താ നോക്കാം. When the last O is preceded by a vowel. നേരത്തെ പറഞ്ഞ പോലെ ഒരു വാക്കിന്റെ അവസാനം O ആണ് അവസാനിക്കുന്നതെങ്കിൽ
ഓ വെച്ചിട്ടാണ് ആ വാക്ക് അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ ഒരു കണ്ടീഷൻ കൂടിയാണ് വെൻ ഇറ്റ് ഇസ് പ്രസീഡഡ് ബൈ എ വവൽ. വവൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല വവൽസ് ഏതൊക്കെയായിരുന്നു? എ ഇ ഐ ഒ യു. എ ഇ ഐ ഒ യുല് ഏതെങ്കിലും ഒരെണ്ണമാണ് ഈ ഓയിന് മുമ്പായിട്ട് വന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ക്യാൻ ഓൺലി ആഡ് എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. എംബ്രിയോ വേണ്ട, എംബ്രിയോ വേണ്ട, നമുക്ക് പോർട്ട്ഫോളിയോ. നെക്സ്റ്റ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ, അതിന്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ലാസ്റ്റ് ഓ അല്ലേ? ഓ ആണ് ലാസ്റ്റ് വന്നേക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് കിടക്കണം, പ്രിസീഡ് ചെയ്യാന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് കിടക്കുന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം പ്രിസീഡ് ചെയ്യുന്ന ആ ഓ പ്രിസീഡ് ചെയ്യണത് ഏത് ലെറ്റർ ആണ്? ഐ. ഐ ഇസ് എ വവൽ. ഐ വവൽ ആണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോസ് ഐ. അപ്പൊ നിങ്ങൾ ചോദിക്കും ആ എംബ്രിയോ എന്താണ് എംബ്രിയോ പറയാതെ? അതിന് വൈ അല്ലേ? ഓയിന് മുമ്പ് വൈ. വൈ എന്ന് പറയുന്നത് അതൊരു വവലല്ല, എ ഇ ഐ ഒ യുല് പെടുന്ന ഒരു വവലല്ല. പക്ഷേ എന്നാലും വൈക്ക് ഈ വവൽ സൗണ്ട് ഉണ്ട്. കാരണം എംബ്രിയോ ആ ഒരു ഈയുടെ സൗണ്ട് ഒക്കെ വൈക്ക് വരും അല്ലെ? അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ആ റൂള് വന്നത്. പിന്നെ അതുകൊണ്ടാണ്. അപ്പൊ വവൽ സൗണ്ട് ഉള്ള വവൽസ് അല്ലെങ്കിലും വവൽ സൗണ്ട് ഉള്ള ഇതൊക്കെയാണെങ്കിലും ഈ റൂള് അതിന് ബാധകമാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഓ പ്രിസീഡഡ് ബൈ എ വവൽ ആണെങ്കിലും നമുക്ക് എസ് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഓ വരുന്ന വേർഡ്സിന്റെ തൊട്ട് മുമ്പിൽ ഒരു വവൽ ആണെങ്കിലും നമുക്ക് പ്ലൂറൽ ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഓ ലാസ്റ്റ് ഓ ആണെങ്കിൽ അതിനെ പ്ലൂറൽ ആക്കണമെങ്കിൽ എസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓ ആണ് ലാസ്റ്റ് വന്നേക്കണത്, അതിൻ്റെയോടൊപ്പം തന്നെ അതിന്റെ മുമ്പിൽ തൊട്ട് മുമ്പിൽ പ്രിസീഡ് ചെയ്ത് വന്നത് ഒരു വവ്വലാണെങ്കിൽ അതിനെങ്ങനെ പ്ലൂറൽ ആക്കാം? ജസ്റ്റ് എസ് ആഡ് ചെയ്ത് കൊടുക്കാം. എക്സാമ്പിൾ ഉണ്ടോ? അവിടെ എക്സാമ്പിൾസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. റേഡിയോ റേഡിയോസ് ആയി, റേഷ്യോ റേഷ്യോസ്, സ്റ്റുഡിയോ സ്റ്റുഡിയോസ് ആയി. അങ്ങനെയാണ് ആ രണ്ട് റൂള് പറയണത്. നെക്സ്റ്റ് വൺ. ഇനി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് വന്ന എൻഡിങ് ഓ ആണ്, ബട്ട് the following nouns ending in o form their plural by addition of es. ഇനി ഈ ഓ ആണ് വരുന്നത്, അതിന്റെ മുമ്പിൽ വവൽ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ലെറ്റർ ആണ്, അതായത് കോൺസണൻസ് ആണ് വരുന്നതെങ്കിൽ, കോൺസണൻസിൽ ഏതെങ്കിലും ഒരു ലെറ്റർ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം ലാസ്റ്റ് ഓ ആണ്, ഓ ആണെങ്കിൽ എസ്, ഓക്ക് മുമ്പ് വവ്വലാണെങ്കിൽ എസ്, ഓയിന് മുമ്പ് വവൽ അല്ലാത്ത കോൺസണന്റ് ആണെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും. ഈ തേർഡ് പോയിന്റ് അതാണ് ട്ടോ പറയുന്നത്. അപ്പൊ ലാസ്റ്റ് ഓയും ആ ഓയിന് മുമ്പായിട്ട് വരുന്ന ലെറ്റർ ഒരു കോൺസണന്റ്, അതായത് വവൽ അല്ലാത്ത ഒരു ലെറ്റർ ആണെങ്കിൽ നമ്മൾ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും. കണ്ട ഈ ഇവിടെ നോക്കി ഈ എക്സാമ്പിൾ എക്കോ. എക്കോ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓയിന് മുമ്പായിട്ട് എച്ച് അല്ലേ വന്നേക്കുന്നത്. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺസണന്റ് അല്ലെ, വവൽ അല്ലല്ലോ. അപ്പൊ നമ്മൾ അതിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടി ഇ എസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ട ഇ എസ്, കണ്ട ഈ എക്കോസ്, ഹീറോസ്, മാനിഫെസ്റ്റോസ്, കണ്ട എല്ലാത്തിനും ഇ എസ് ആഡ് ചെയ്ത് കൊടുത്തു. കാരണം എന്താ? ആ ഓയിന് മുമ്പ് ഒരു കോൺസണന്റ് ആണ് അവിടെ വന്നേക്കുന്നത്. അപ്പൊ സോ വി മേക്ക് ദാറ്റ് നൗൺ ഇൻ ടു ദ പ്ലൂറൽ ഫോം ബൈ ആഡിങ് ഇ എസ്. ഇ എസ് ആഡ് ചെയ്തിട്ടാണ് അതിനെ പ്ലൂറൽ ആക്കിയേക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞ മൂന്ന് പോയിന്റും എല്ലാവർക്കും ക്ലിയർ അല്ലേ? Yes, ma'am. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. ആദ്യം തന്നെ ജനറലി നമ്മൾ ഒരു പ്ലൂറൽ ഫോം ആക്കുന്നത് ജസ്റ്റ് എസ് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്ക സിംഗുലർ നൗൺസും പ്ലൂറൽ ആക്കുന്നത് ജസ്റ്റ് ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഒരു ചെറിയ റൂൾസ് പോലെ, കുറച്ച് കണ്ടീഷൻസ് പോലെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. എസ് എച്ച്ഒ സി എച്ച്ഒ എക്സോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ഇ എസ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി വരുന്ന നൗൺ, അതായത് വരുന്ന വേർഡിന്റെ ലാസ്റ്റ് ഓ ആണെങ്കിൽ നമുക്ക് അതിനെ പ്ലൂറൽ ആക്കാൻ എസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വരുന്ന ലാസ്റ്റ് വരുന്ന ആ വേർഡിന്റെ ലാസ്റ്റത്തെ അക്ഷരം ഓ ആണ്, അതിന്റെ തൊട്ട് മുമ്പിൽ പ്രിസൈഡ് ചെയ്യണത് ഒരു വവ്വലാണെങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുക്കും. വവ്വലിന് പകരം അവിടെ ഒരു കോൺസണന്റ് ആണ് വരുന്നതെങ്കിൽ വി ആഡ് ഇ എസ് ടു മേക്ക് ഇറ്റ് പ്ലൂറൽ. കേട്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്. When a singular noun ending in y
is preceded by a consonant. ഇനി O ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി Y വരുന്ന കേസസിൽ എങ്ങനെ നോക്കാം. എൻഡിങ് ഇൻ Y preceded by a consonant. വൈയില് എൻഡ് ചെയ്യും ഒരു വേർഡ്, ഒരു നൗൺ വൈയിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ ആ വൈ ഒരു കോൺസണന്റ് ആണ് അതിനെ പ്രിസൈഡ് ചെയ്ത് തൊട്ട് മുമ്പിൽ ആ വൈകിന് തൊട്ട് മുമ്പിൽ ഒരു കോൺസണന്റ് ആണെങ്കിൽ ഇറ്റ് ഫോംസ് ബൈ ഡ്രോപ്പിംഗ് വൈ ആൻഡ് ആഡിങ് IES. അപ്പൊ ആ വേർഡിൽ ഉണ്ടായ വൈ മാറിയിട്ട് നമ്മൾ അവിടെ IES ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ബേബി. ബേബി എന്ന് പറയുന്ന ആ വേർഡിന്റെ ലാസ്റ്റ് വൈ അല്ലേ, വൈക്കും മുമ്പ് പ്രിസൈഡ് ചെയ്തേക്കുന്നത് ഏത് ലെറ്ററാ? ബി. ബി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോൺസണന്റ്. So it is a consonant. So when we have to make it into a plural noun, we should add IES. IES add ചെയ്തിട്ടാണ് നമ്മൾ ആ ബേബി എന്ന് പറയുന്ന ആ വേർഡിനെ പ്ലൂറൽ ആക്കിയത്. വെറുതെ ആഡ് ചെയ്തില്ല, വൈക്ക് പകരമാണ് ആഡ് ചെയ്തിരുന്നത്. വൈ മാറ്റിയിട്ട് ആ വൈ എന്നുള്ള ലെറ്റർ മാറ്റിയിട്ട് IES ആഡ് ചെയ്ത്. അപ്പൊ കണ്ടോ സ്പെല്ലിംഗ് അത്രയും വ്യത്യാസം വന്നു. ബേബി ബിക്കംസ് ബേബീസ് ബൈ റിമൂവിങ് ദ വൈ ആൻഡ് ആഡിങ് IES. അതുപോലെ അടുത്ത എക്സാമ്പിൾ ഉണ്ട് ലേഡി. ലേഡി എന്ന് പറയുന്നത് വൈക്ക് മുമ്പ് പ്രിസൈഡ് ചെയ്തത് ഡി അല്ലേ, ഡി ഇസ് എ കോൺസണന്റ്. സോ ആ വൈ മാറ്റിയിട്ട് IES ലേഡീസ്. ദെൻ FEG എനിമി, എല്ലാം ട്രീറ്റി. ഈ FEG എന്ന് പറയുന്നത് അതൊരു സ്കൾപ്ചർ, ഒരു പ്രതിമേനെയൊക്കെ പറയുന്ന ഒരു പേരാണ് FEG. പിന്നെ അതുപോലെ ട്രീറ്റി, എനിമീസ്, ഇതെല്ലാം വൈ വരുന്ന വേർഡ്സിന്റെ എല്ലാം വൈക്ക് മുമ്പ് പ്രിസൈഡ് ചെയ്യണത് ഒരു കോൺസണന്റ് ആണെങ്കിൽ വി ജസ്റ്റ് റിമൂവ് ദാറ്റ് വൈ. ആ വൈ മാറ്റിയിട്ട് വി ആഡ് IES ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ സിംഗുലർ നൗണിനെ ഒരു പ്ലൂറൽ ആക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. നെക്സ്റ്റ് അടുത്ത പോയിന്റ്. When a singular noun ending in Y is preceded by a vowel. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈ ആണ് ലാസ്റ്റ്, എൻഡിങ് ഇൻ വൈ ബട്ട് പ്രിസീഡഡ് ബൈ എ വവൽ. ഇനി വവൽ ആണെങ്കിൽ എസ് ആഡ് ചെയ്യും. കണ്ടോ, അപ്പൊ നേരത്തെ ഓയിന്റെ നേരെ ഓപ്പോസിറ്റാ വന്നത്. നേരത്തെ അവിടെ എങ്ങനെയായിരുന്നു, നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഓയ്ക്ക് മുമ്പ് എസ് ആർന്നെങ്കിൽ, സോറി, ഓക്ക് മുമ്പ് വവൽ ആർന്നെങ്കിൽ വി ജസ്റ്റ് ആഡ് എസ്. ഓക്ക് മുമ്പ് നമ്മുടെ കോൺസണന്റ് ആണെങ്കിൽ ES ആഡ് ചെയ്യും. ഇവിടെ നേരെ തിരിച്ചാ വന്നേക്കണം. വൈന് മുമ്പ് കോൺസണന്റ് ആണെങ്കിൽ IESഉം വവൽ ആണെങ്കിൽ ജസ്റ്റ് എസും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആണോ, അപ്പൊ ഇവിടെ ഈ റൂൾ എന്താ പറയുക? വെൻ എ സിംഗുലർ നൗൺ എൻഡിങ് ഇൻ വൈ ഇസ് പ്രിസീഡഡ് ബൈ എ വവൽ. ഇനി വൈക്ക് മുമ്പ് പ്രിസീഡഡ് ബൈ ഒരു വവലാണ് ആ വൈക്ക് മുമ്പിൽ വരുന്നതെങ്കിൽ നമ്മൾ അതിനെ പ്ലൂറൽ ആക്കുന്നത് എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ മങ്കി. മങ്കി എന്ന് പറയുന്നത് ഇതിന്റെ ലാസ്റ്റ് ലെറ്റർ വൈ ആണ്. വൈക്ക് തൊട്ട് മുമ്പ് വരുന്ന പ്രിസീഡ് ചെയ്യണത് ഇറ്റ് ഇസ് എ വവൽ. AEIOയിലുള്ള ഒരു വവൽ അല്ലേ ഇ. അപ്പോ നമുക്ക് അങ്ങനെ വെറുതെ ജസ്റ്റ് എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ മങ്കി ബിക്കംസ് മങ്കീസ്, അറ്റോണി ബിക്കംസ് അറ്റോണീസ്, വാലി ബിക്കംസ് വാലീസ്. കണ്ട, ജസ്റ്റ് എസ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പ്ലൂറൽ ആക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? വൈ ലാസ്റ്റ് ലെറ്റർ വൈയും വൈക്ക് തൊട്ട് മുമ്പ് വരുന്നത് ഇഫ് ഇറ്റ് ഇസ് എ കോൺസണന്റ് നമ്മൾക്ക് ആ വൈ മാറ്റിയിട്ട് IES ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ പ്ലൂറൽ ആക്കുന്നത്. ഈ കേസിൽ എന്താ പറഞ്ഞത്? വൈ ആണ് ലാസ്റ്റ് വരുന്നത്. വെൻ ഇറ്റ് ഇസ് പ്രിസീഡഡ് ബൈ എ വവൽ, ഒരു വവൽ ആണ് അതിന് മുമ്പിൽ വരുന്നതെങ്കിൽ വി ജസ്റ്റ് ആഡ് എസ് ടു മേക്ക് ഇറ്റ് ഇൻ ടു ദ പ്ലൂറൽ ഫോം. പ്ലൂറൽ ഫോമിലേക്ക് ആക്കാൻ അതിനെ എസ് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. നൗൺസ് എൻഡിങ് ഇൻ F or FE ഫോം their plural by changing FE into VES. അപ്പോ ഇനി വേറെ ടൈപ്പ് നൗൺസ്, വേറെ ഏതെങ്കിലും ഒരു നൗൺസ് FO FEO ലാസ്റ്റ് വരുന്നത് FO അല്ലെങ്കിൽ FEO ആണെങ്കിൽ അതിനെ നമ്മൾ ഒന്നെങ്കിൽ F അല്ലെങ്കിൽ FE അല്ലെങ്കിൽ VES ഇതായിരിക്കും, അതിലേക്ക് ചേഞ്ച് ചെയ്തിട്ടായിരിക്കും മാറ്റുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം, ഒന്നുകൂടി ക്ലിയർ ആവും. കാഫ് എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി, ചെറുത്. അപ്പൊ കാഫ് എന്ന് പറയുന്ന അതിന്റെ കാഫ് ഒരു പശുക്കുട്ടി, അത് കുറെ പശുക്കുട്ടികൾ, അതായത് അതിന്റെ പ്ലൂറൽ ഫോമിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ ആ F മാറ്റിയിട്ട് Fന് പകരം VES ആണ് അവിടെ അയക്കണം. വേണ്ട, VES, that it becomes calves. F മാറ്റി VES. അപ്പൊ ഒന്നിൽ കൂടുതൽ പശുക്കുട്ടികളെ നമ്മൾ പറയുന്നതാണ് calves.
CALDES. കാരണം അവിടെ എൻറ്റയർലി ആ സ്പെല്ലിംഗ് ചേഞ്ച് ആയി. CALF എന്ന് പറയുന്ന സ്ഥലത്ത് ഇറ്റ് ബിക്കംസ് ഇൻ ടു ദ പ്ലൂറൽ ഫോം CALVES. എൻറ്റയർലി ആ ഇതിന് മാറ്റം വന്ന്, സ്പെല്ലിങ്ങിന് മാറ്റം വന്ന്. ഇനി അതേപോലെ അടുത്തത് നോക്കി, ഹാഫ്. ഹാഫ് മീൻസ് പകുതി. അപ്പൊ ഹാഫ് HALF എന്ന് പറഞ്ഞാൽ ആ എഫ് മാറ്റിയിട്ട് VES. അതേപോലെ തന്നെ നൈഫ്. നൈഫ് എങ്ങനെ FE മാറ്റിയിട്ട് VES. ലീഫ്. ലീഫിന്റെ അവിടെ സ്പെല്ലിംഗ് തെറ്റാണ് കേട്ടോ. ലീവ്സ് LEAVES ആണ്, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ അപ്പൊ എല്ലാം സെൽഫ്, സെൽഫ്, ഷീഫ്, ഷീവ്സ്, തീഫ്, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. തീവ്സ്. ഓക്കെ. വൈഫ്, വൈഫ്സ്, വുൾഫ്, വുൾഫ്സ്. ഒരു വുൾഫ്, ഒരു ചെന്നായി ആണെങ്കിൽ വുൾഫ് എന്നും, ഒരു കൂട്ടം ചെന്നായികൾ ഒന്നിൽ കൂടുതലാണെങ്കിൽ വുൾഫ്സ്. കണ്ട VES എൻറ്റയർലി ആ സ്പെല്ലിംഗ് ഡിഫറൻസ് വരുന്നത് കണ്ടോ. അപ്പൊ FO ആണ് ലാസ്റ്റ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ പ്ലൂറൽ ആക്കുന്നത് ആ എഫും FE മാറ്റിയിട്ട് ഒന്നുകിൽ F ആക്കാം അല്ലെങ്കിൽ FE ആക്കാം. മോസ്റ്റ് ഓഫ് ദ കേസസിൽ അത് VES ആയിരിക്കും കൂടുതൽ വരും. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ കൊടുത്തേക്കണ എക്സാമ്പിൾസിൽ VES ആണ്. മോസ്റ്റ് ഓഫ് ദ കേസസിലും VES ആയിരിക്കും വരുന്നത്. കാഫ്. അപ്പം ഫോർ എക്സാമ്പിൾ കാഫ്സ്, തീവ്സ്, വൈബ്സ് ഒക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അത്. അപ്പൊ FO FE ആണെങ്കിൽ ജസ്റ്റ് ചേഞ്ച് ഇൻ ടു F, FE or VES. Okay. Next point. Some singular nouns ending in F or FE form their plural in the usual way adding S. ഇനി ഇതേപോലെ FO FEO ചില സിംഗുലർ നൗൺസിന് FO FE നേരത്തെ പറഞ്ഞ പോലെ F or FE ആണെങ്കിൽ വരുന്നതെങ്കിൽ നമ്മൾ VES അല്ല, ചിലതിന് ഇതൊരു എക്സെപ്ഷണൽ കേസസ് ആണ്. നേരത്തെ പറഞ്ഞ പോലത്തെ അതേ റൂളില് ഒരു എക്സെപ്ഷണൽ കേസസ് ആണ് ഇപ്പൊ പറഞ്ഞ ഈ പോയിന്റ്. നേരത്തെ പറഞ്ഞ FO FE ആണെങ്കിൽ നമുക്ക് VES ഓ FO FEO ആക്കാന്നാണ് നേരത്തെ പറഞ്ഞ പോയിന്റ് അല്ലെ. ഇപ്പോ അതിന് വരുന്ന ഒരു എക്സെപ്ഷണൽ കേസാണ് ചില സിംഗുലർ നൗൺസ്, എല്ലാം അല്ല, ചില സിംഗുലർ നൗൺസിന് ഈ ലാസ്റ്റ് FO FEO ആണെങ്കിലും പോലും പക്ഷെ നമുക്ക് ജസ്റ്റ് S ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിനെ പ്ലൂറൽ ആക്കാം. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ റൂൾസ് ഒക്കെ പഠിക്കുമെങ്കിലും പക്ഷെ കുറെ വേർഡ്സും കുറെ സെന്റൻസസും ചിലത് എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവും. അപ്പം അതിന് അങ്ങനെ കുറച്ച് വേർഡ് ഇടക്കിടക്ക് പറഞ്ഞു പോവാം നമുക്ക്. ഇപ്പൊ അതിന് പറഞ്ഞ ഒരു എക്സെപ്ഷണൽ കേസാണ് ഇപ്പൊ FO FEO ആണ് വരുന്നതെങ്കിൽ നമ്മൾ VES ഓ FO FEO ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ ചില എക്സെപ്ഷണൽ കേസസിൽ വെറുതെ S മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടാ, ബിലീഫിന് നമ്മൾ പറയുന്നത് ബിലീഫ്സ് S വെറുതെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാണ്ട് Fന് പകരം VES ഓ അല്ലെങ്കിൽ FEO ആഡ് ചെയ്യണില്ല. ജിറാഫ് ജിറാഫ്സ്, ഗൾഫ് ഗൾഫ്സ്, ഹാങ്കർചീഫ് ഹാങ്കർചീഫ്സ്, വെറുതെ S ആഡ് ചെയ്യണുള്ളൂ. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. ഓയുടെ കേസസിൽ എങ്ങനെയായിരുന്നു? ഓയിന് മുമ്പ് അവസാനം O ആണെങ്കിൽ നമ്മൾ സാധാ ജനറൽ കേസസിൽ S ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഈ ഓയിന് മുമ്പ് O പ്രിസൈഡ് ചെയ്തേക്കുന്നത് അതൊരു വവ്വലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ S ആഡ് ചെയ്ത് കൊടുക്കും. Then O is preceded by a consonant, then we add ES ആഡ് ചെയ്യും. അത് ഓയിന്റെ കേസ്. Then വൈന്റെ കേസ് വരുമ്പോ Y ഒരു കോൺസണന്റ് ലാസ്റ്റ് Y ആണ്, ബട്ട് ആ Y ഒരു കോൺസണന്റ് ആണ് പ്രിസീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ Y മാറ്റിയിട്ട് IES ആഡ് ചെയ്യും. നെക്സ്റ്റ് കേസസിൽ വൈന് പകരം വൈക്ക് തൊട്ട് മുമ്പ് കോൺസ്റ്റന്റിന് പകരം വവ്വലാണ് അവിടെ വന്നിരുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് S ആഡ് ചെയ്യും. ഇനി ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് F അല്ലെങ്കിൽ FE ആണ് ലാസ്റ്റ് വരുന്നതെങ്കിൽ അത് Fഉം FE മാറ്റിയിട്ട് ഒന്നുകിൽ F അല്ലെങ്കിൽ FE അല്ലെങ്കിൽ VES ഇതിലേതെങ്കിലും ഒരെണ്ണം ആക്കും. ഒരു ഡൗട്ട് ചോട്ടെ, ഇതിപ്പോ Fഉം FE മാറ്റിയിട്ട് എഗെയിൻ F ആൻഡ് FE ഇട്ട് കൊടുക്കോ, അങ്ങനെയാണോ പറഞ്ഞ? Fഉം FE എന്നുള്ളത് ഇതിലേതെങ്കിലും ഒരെണ്ണം വരാം മാറ്റിയിട്ട് F or FE മാറ്റിയിട്ട് ചിലപ്പോ F വരാം അല്ലെങ്കിൽ FE വരാം, VES ആയിരിക്കും കൂടുതലും വരുന്നത്. മറ്റൊക്കെ ചില എക്സെപ്ഷണൽ കേസസിലാണ് VES ആണ് കൂടുതൽ വരുന്നത്. ഓക്കെ. ഇതിന്റെ തന്നെ എക്സെപ്ഷണൽ കേസസ് ആണ് പറഞ്ഞത്. ഇപ്പൊ ഈ VES ഒന്നും അല്ലാതെ തന്നെ ചില കേസസിൽ ജസ്റ്റ് S മാത്രം ആഡ് ചെയ്ത് കൊടുക്കേണ്ട വരുള്ളൂ.
ഫോർ എക്സാമ്പിൾ ബിലീവ്, ബിലീവ്സ്, ജിറാഫ്, ജിറാഫ്സ് ഉണ്ടോ. അപ്പൊ ഇത്രയാണ് കുറച്ച് പറഞ്ഞ റൂൾസ്. ഇനിയുണ്ട്, ഇനി അടുത്തത് നോക്കാം. മാം ഒരു ഡൗട്ട് ഫ്യൂ ചോദിച്ചോട്ടെ. സിംഗുലർ നൗൺ. ചോദിച്ചോ. ബിലീഫ് പറഞ്ഞില്ലേ, അപ്പൊ അവിടെ BELIEVS വരുന്ന കേസ് ഉണ്ട്, അങ്ങനെ ഇല്ലേ? ഇല്ല, ബിലീഫിന് എപ്പോഴും ബിലീവ്സ് എസ് വരുള്ളൂ, VES വരൂല. ബിലീവേഴ്സ് ആണെങ്കിൽ വരും. ബിലീവേഴ്സ്, ബിലീവർ, ബിലീവേഴ്സ്. ബിലീഫിന് എപ്പോഴും എഫ് കഴിഞ്ഞിട്ട് എസ് വരുള്ളൂ. അതൊരു എക്സെപ്ഷണൽ കേസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച റൂൾ അനുസരിച്ച് VES വരണം. ബട്ട് ചില എക്സെപ്ഷണൽ കേസസ് ആണ് അതെല്ലാം. ഇപ്പൊ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം ഒരു എക്സെപ്ഷണൽ കേസസ് ആണ് ഇതെല്ലാം കേട്ടോ. ബിലീവ് ആണെങ്കിലേ നമ്മുടെ തേർഡ് പേഴ്സൺ സിംഗുലർ ഫോമിൽ വരുമ്പോഴേ അതിന്റെ പ്ലൂറൽ വരുമ്പം BS ആണെന്നൊരു ഡൗട്ട് ഉണ്ട്. ഇല്ല, ഇവിടെ നൗൺ അല്ലേ നമ്മൾ പറയാനുള്ളൂ. അപ്പൊ ബിലീഫ് എന്ന് പറയണത് നമ്മൾ എസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ബിലീവ് അല്ല നമ്മളിവിടെ പറയണത്, ബിലീഫാണ് കേട്ടോ. ബിലീവ് വേറെ, ബിലീവ്, ബിലീവ്സ്. ഇറ്റ് ഇസ് ആൻ ആക്ഷൻ വേർഡ്. ബിലീവ് എന്ന് പറയുന്നത് BE വന്ന അത് ആക്ഷൻ വേർഡ്. ഇത് അതല്ല. ബിലീഫ് വിശ്വാസം, അത് വിശ്വസിക്കുക അല്ലെ, ബിലീവ് ചെയ്യുക, അതൊരു ആക്ഷൻ വേർഡ് ആണ്. ഇത് ജസ്റ്റ് നൗൺ ആണ് ഇപ്പൊ പറയുന്നത്, വേർബിലേക്ക് കടന്നിട്ടില്ല. ജസ്റ്റ് നൗൺ എന്ന് പറയുന്ന ആ ബിലീഫ് എഫ് ആണ് ഇവിടെ. അതാണ് കേട്ടോ. മനസ്സിലായത്? ആ ഡൗട്ട് ക്ലിയർ ആയോ? തേർഡ് പേഴ്സണിൽ പറയണ ആ ബിലീവ് എന്ന് പറയണത് ബിലീവ്സ് ആവാ, അത് VE വന്നതാണ്. ഇത് അതല്ല, ബിലീഫാണ്, എഫ് ആണത്. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ. ഓക്കെ. അത് രണ്ടും ബിലീവ് പറയണത് വേർബ് അല്ലേ? യെസ്, ദാറ്റ് ഇസ് എ വേർബ്. നമ്മളിവിടെ നൗണാ പറയാനുള്ളൂ, വേർബിലേക്ക് കടന്നിട്ടില്ല. നൗൺ, ബിലീഫ്, അതാണ് പറയാനുള്ളൂ. അത് വേറൊരു സെക്ഷൻ, അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ നൗൺ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ ഇപ്പൊ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ്. A few singular nouns form their plural by change their internal vowel. ചില നൗൺസ് അവരുടെ ചില വേർഡ്സ്, അത് എക്സാമ്പിൾ കാണിക്കുമ്പോൾ മനസ്സിലാവും. ചില വേർഡ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നും അല്ലാണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ആവും. കണ്ടാ, മാൻ ബിക്കംസ് മെൻ, മാൻ ബിക്കംസ് മെൻ, വുമൺ ബിക്കംസ് വുമെൻ, ഫൂട്ട് ബിക്കംസ് ഫീറ്റ്. കണ്ടാ, ഇതെല്ലാം അതിന്റെ പ്ലൂറൽ ആണ്. ഇത് മിക്ക ആൾക്കാർക്ക് ഇതൊക്കെ തെറ്റിപ്പോവാറുണ്ട്. മാൻസ് പറയും, വുമൺ വുമൺസ് പറയും, അതൊക്കെ തെറ്റാണ്. വുമൻ, ഫൂട്ട് ഇസ് ഫീറ്റ്, ഗൂസ് ഗീസ്, ടൂത്ത് ടീത്ത്. കണ്ട, ടീത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, അതാണ് ടീത്ത്. ഒരൊറ്റ പല്ലാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ടൂത്ത്. അതേപോലെ തന്നെ ലൈസ്, മൗസ്, മൈസ്. പ്ലൂറൽ ഓഫ് ദ കമ്പ്യൂട്ടർ മൗസ് ഇസ് നോട്ട്. അത് എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈസ് എലിയില്ലേ, എലീനെയാണ് പറയണത്. ആ സമയം കമ്പ്യൂട്ടർ മൗസ് ആണെങ്കിൽ അതിന്റെ മൗസസ് എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്. അപ്പം ഈ വേർഡ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. ഇതൊക്കെ മിക്കവർക്കും തെറ്റിപ്പോണ വേർഡ്സ് ആണ് ഇതെല്ലാം. മാൻ, മെൻ, അതിന്റെ പ്ലൂറൽ മെൻ. വുമൺ, വുമൻ. ഫൂട്ട്, ഫീറ്റ്. ഗൂസ്, ഗീസ്. ടൂത്ത്, ടീത്ത്. ഇതെല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയി വരുന്ന പ്ലൂറൽസ് ആണ് ഇതെല്ലാം. നെക്സ്റ്റ് കാറ്റഗറി, അടുത്തതും അതേപോലെ മിക്കവർക്കും തെറ്റുപറ്റുന്ന വരുന്നതാണ്. ദർ ആർ 2 സിംഗുലർ നൗൺസ് ദാറ്റ് ഫോം ദർ പ്ലൂറൽ വിത്ത് അഡീഷൻ ഓഫ് EN. ഇനി ചിലതിൽ EN ആഡ് ചെയ്ത് കൊടുക്കും. അത് ഏതൊക്കെയാണ്? ചൈൽഡ്, ചിൽഡ്രൻ. ചില ആൾക്കാർ ഞാൻ പറയാനായിട്ടുണ്ട് ചിൽഡ്രൻസ് എന്ന് പറയും, അത് തെറ്റാണ്. ചിൽഡ്രൻസ് എന്ന് പറയില്ല, ചൈൽഡിന്റെ പ്ലൂറൽ ആണ് ചിൽഡ്രൻ. ഓൾറെഡി അത് പ്ലൂറൽ ആണ്, പിന്നെ അതിൻ്റെ അകത്ത് S ആഡ് ചെയ്ത് കൊടുത്താൽ അത് തെറ്റാണത്. അപ്പം ചൈൽഡിനെ പ്ലൂറൽ ആക്കുന്നത് ചിൽഡ്രൻ. ഓക്സ്, ഓക്സൻ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇതും. ചൈൽഡ്, ചിൽഡ്രൻ. ഓക്സ്, ഓക്സൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് റൂൾ എന്താ പറയുന്നത് നോക്കാം. ദ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഓഫ് ഈ പറഞ്ഞിരിക്കുന്ന റൂൾസ് അല്ലേ, അതിന്റെ എക്സാമ്പിൾസ് എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. എക്സാമ്പിൾസ്. അപ്പൊ ആ എക്സാമ്പിൾസ് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ റൂളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. എക്സാമ്പിൾസ് എല്ലാവരും റീഡ് ചെയ്തിരിക്കണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് എക്സാമിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ എന്തെങ്കിലും ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കാണെങ്കിലും ഈ എക്സാമ്പിൾസ് എല്ലാവരും നോക്കണം കേട്ടോ. പലപ്പോഴും തെറ്റ് വന്ന കാര്യങ്ങളാണ് മിക്കവരും പറയണൊക്കെ, തെറ്റായിട്ട് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പിന്നെയും പറയണത് ഈ എക്സാമ്പിൾസ് എല്ലാം ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്
ദ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഓഫ് സം നൗൺസ് ആർ അലൈക്ക്. ഇനി വേറൊരു വിഭാഗം നൗൺസിന് സിംഗുലറും പ്ലൂറലും ഒരേപോലെ തന്നെ, അതായത് ചേഞ്ചസ് ഒന്നും ഇല്ലാത്ത നൗൺസ് ആണ് ഇതെല്ലാം. എയർക്രാഫ്റ്റ്, കോഡ്, ഡിയർ, സാൽമൺ, സീരീസ്, സ്പേസ്, ഇതിനൊക്കെ സിംഗുലറും പ്ലൂറലും ഒന്ന് തന്നെയാണ്. എയർക്രാഫ്റ്റ്, എയർക്രാഫ്റ്റ്സ് എന്ന് പറയൂല, എയർക്രാഫ്റ്റ് എന്ന് തന്നെ. അതുപോലെ ഡിയർ, ഡിയേഴ്സ് പറയൂല, ഡിയർ. അങ്ങനെ ഇതൊക്കെ പ്ലൂറലും സിംഗുലറും സെയിം തന്നെ ആയിട്ട് ഇരിക്കുന്നതിനാണ് ഈ എക്സാമ്പിൾസ്, അതിനുള്ള എക്സാമ്പിൾസ് ആണ്. ഇവിടെ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയേ. ഷീ ബോട്ട് 2 dozen ഓഫ് മാംഗോസ്. അപ്പൊ 2 dozen ഡസൻസ് പറഞ്ഞിട്ടില്ല, അപ്പൊ 2 dozen മാംഗോസ് ഓഫ് ഇല്ല, 2 dozen മാംഗോസ്. ദിസ് ഡിക്ഷണറി കോസ്റ്റ് 700 rupees. 700 rupees ഉണ്ടോ? അപ്പൊ അതിന് 7 എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ്, എന്നിട്ടും ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞില്ല, 700 rupees എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. ഓക്കെ, നെക്സ്റ്റ് വൺ. The singular noun ending in full form, its plural is full. Last ഇനി full എന്നാണ് വരുന്നതെങ്കിൽ its plural in the usual by the adding of s at the end. ഇനി ബക്കറ്റ് ഫുൾ, അതിനും ഇപ്പൊ എക്സാമ്പിൾ നോക്കിയാൽ ബക്കറ്റ് ഫുൾ, അതിന് എന്താ ബക്കറ്റ് ഫുൾ എന്ന് തന്നെ പറയാം. കപ്പ് ഫുൾ ആണെങ്കിൽ കപ്പ് ഫുൾ, അല്ലെ വേണ്ട, ഗ്ലാസ് ഫുൾ ആണെങ്കിൽ ഗ്ലാസ് ഫുൾ. അതിനും വലിയ വ്യത്യാസം വന്നില്ല. ഇറ്റ്സ് പ്ലൂറൽ ഇസ് ഇൻ ദ യൂഷ്വൽ. സാധാ പറയണ പോലെ തന്നെയാണ് അതിന് പ്ലൂറലും വരുന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നും വന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം വ്യത്യാസങ്ങൾ വരാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ലാസ്റ്റ് പോയിന്റ്, കോമ്പൗണ്ട് നൗൺസ് ജനറലി ഫോം ദർ പ്ലൂറൽസ് ബൈ ആഡിങ് എസ് ടു ദ മെയിൻ വേർഡ്. ഇനി ചില കോമ്പൗണ്ട് നൗൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വേർഡ് അല്ലാണ്ട്, ഇപ്പൊ അവിടെ എക്സാമ്പിൾ ഉണ്ട്, കമാൻഡർ ഇൻ ചീഫ് എന്ന് പറഞ്ഞാൽ അവിടെ 3 വേർഡ് ആയിട്ടാണല്ലോ കൊടുത്തേക്കുന്നത്. അപ്പൊ അതിനെയാണ് കോമ്പൗണ്ട് നൗൺ, ഒന്നിൽ കൂടുതൽ നൗൺസ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ കമാൻഡർ ഇൻ ചീഫ്, അതിന് നമ്മൾ പ്ലൂറൽ ആക്കുന്നത് കമാൻഡേഴ്സ് ഇൻ ചീഫ്. ബാക്കി ഒന്നിനും വ്യത്യാസമില്ല. ഇൻ ചീഫിന് വ്യത്യാസമില്ല, കമാൻഡേഴ്സിന് മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ. കമാൻഡർ ഇൻ ചീഫ് ബിക്കംസ് കമാൻഡേഴ്സ് ഇൻ ചീഫ്. ഇനി മദർ ഇൻ ലോ ബിക്കംസ് മദേഴ്സ് ഇൻ ലോ. ഇനി അതുപോലെ സൺ ഇൻ ലോ ബിക്കംസ് സൺസ് ഇൻ ലോ. സ്റ്റെപ്പ് ഡോട്ടർ ബിക്കം സ്റ്റെപ്പ് ഡോട്ടേഴ്സ്. കണ്ട, എസ് ആഡ് ചെയ്ത് കൊടുക്കണം. മാൻ ഓഫ് വാർ, കണ്ട, മാൻ ഓഫ് വാർ ബിക്കംസ് മെൻ ഓഫ് വാർ. കണ്ട, മാനിന് പ്ലൂറല് മെൻ അല്ലേ, അതാണ് മെൻ ഓഫ് വാർ. മെയ്ഡ് സെർവന്റ് മെയ്ഡ് സെർവൻസ്. കണ്ട, ഇനി മെൻസ്, ഇവിടെ ഒരു എക്സാമ്പിൾ, മെൻ സെർവൻസ് അല്ലെ, വുമൺ ടീച്ചർ ക്യാൻ ബി വുമൺ ടീച്ചേഴ്സ്. അപ്പൊ ഇത്രയും എല്ലാവരും ഒന്ന് നോക്കാം. ഒന്നുകൂടി ഞാനത് പറയാം. ഇതൊരു കോമ്പൗണ്ട് നൗൺ ആണെങ്കിൽ, കോമ്പൗണ്ട് നൗൺ അത് ഒന്നിൽ കൂടുതൽ നൗണ് ഒരുമിച്ച് വന്നിട്ട് പോലത്തെ നൗൺസിനെയാണ് കോമ്പൗണ്ട് നൗൺസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ നൗൺസ് ആണെങ്കിൽ അതിന്റെ ഒപ്പം ജസ്റ്റ് എസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആണ്, കമാൻഡർ ഇൻ ചീഫ് ബിക്കംസ് കമാൻഡേഴ്സ് ഇൻ ചീഫ്, മദർ ഇൻ ലോ ബിക്കംസ് മദേഴ്സ് ഇൻ ലോ, സൺ ഇൻ ലോ ആണെങ്കിൽ സൺസ് ഇൻ ലോ, മാൻ ഓഫ് വാർ, മാനിന്റെ പ്ലൂറല് മെൻ, അപ്പൊ മെൻ ഓഫ് വാർ. ഞാൻ ഈ ഒന്നും കൂടി ഈ റൂൾസ് ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഒന്നുകൂടി ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് നമ്മ ഇവിടെ പറഞ്ഞത് എസ്, ജസ്റ്റ് ഒരു പ്ലൂറൽ നൗണിനെ സിംഗുലർ നൗണിനെ പ്ലൂറൽ ആക്കണേന് മോസ്റ്റ് ഓഫ് ദ കേസസിൽ ജസ്റ്റ് എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ രണ്ടാമത് പറഞ്ഞത് CHO SHO XO ആണ് ലാസ്റ്റ് വരുന്നതെങ്കിൽ നമ്മൾ വി ആഡ് ES ടു ഇറ്റ്, ES ആഡ് ചെയ്തിട്ടാണ് പ്ലൂറൽ ആക്കുന്നത്. ഇനി അതേപോലെ ഇനി O വരുന്ന കേസസിലാണെങ്കിൽ, അവസാനം O വരുന്ന കേസസ് ആണെങ്കിൽ ജസ്റ്റ് എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി O വരുന്ന കേസ് തൊട്ട് മുമ്പ് പ്രിസൈഡ് ചെയ്തേക്കുന്നത് ഒരു വവ്വൽ ആണെങ്കിൽ വി ആഡ് എസ് ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ ഇനി O വരുന്ന കേസിൽ തന്നെ O പ്രിസൈഡ് ചെയ്തിരിക്കുന്നത് ഒരു കോൺസണന്റ് ആണെങ്കിൽ വി ആഡ് ES. ദെൻ അടുത്ത കാറ്റഗറി വൈന് ലാസ്റ്റ് പ്രിസൈഡ് ചെയ്തേക്കുന്നത് വൈന് തൊട്ട് മുമ്പ് കോൺസണന്റ് ആണ് പ്രിസൈഡ് ചെയ്തേക്കെങ്കിൽ ആ വൈ മാറ്റിയിട്ട് നമ്മൾ IES ആഡ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് കേസ് വൈക്ക് മുമ്പ് തൊട്ട് മുമ്പുള്ളത് ഒരു വവ്വലാണെങ്കിൽ, കോൺസണന്റ് ഇല്ല വവ്വലാണെങ്കിൽ നമ്മൾ അതിന് എസ് ആഡ് ചെയ്ത് കൊടുക്കും.
ഇനി പറഞ്ഞ കേസാണ് എഫ് എഫ് യു ആണ് ലാസ്റ്റ് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ എഫ് എഫ് പി അല്ലെങ്കിൽ വിഇ എസ്, കോമൺലി വിഇ എസ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ പ്ലൂറൽ ആക്കുന്നത്. ഇനി ആ കേസിൽ തന്നെ ഒരു എക്സെപ്ഷണൽ കേസാണ് പറഞ്ഞത്. ചില സിംഗുലർ നൗൺസ് ഉണ്ട്, അതാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ബിലീവ്സ്, ജിറാഫ്സ്, ഗേൾസ്, അതൊക്കെ ഒരു എക്സെപ്ഷണൽ കേസാണ്. നേരത്തെ പറഞ്ഞ ആ പോയിന്റിന് ഒരു എക്സെപ്ഷണൽ കേസാണ്. അതിന് നമ്മൾ വിഇ എസോ എഫോ എഫ് യു ഒന്നും അല്ല ആഡ് ചെയ്യണം, ജസ്റ്റ് എസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി പറഞ്ഞതാണ് എൻറ്റയർലി ഡിഫറെന്റ് ആയ പ്ലൂറൽ നൗൺസ്. മാൻ പറയണത് മെന്നായി, വുമൺ വുമണായി, വുമെന്നായി, ഫൂട്ട് ഫീറ്റായി. കണ്ട, എൻറ്റയർലി ഡിഫറെന്റ് ആവണേ. അതേപോലെ തന്നെ പറഞ്ഞ എക്സാമ്പിൾ ആണ് ചൈൽഡ് ചിൽഡ്രൻ, ഓക്സ് ഓക്സനായി. അപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് ആയ കുറച്ച് നൗൺസിനെ കുറിച്ച് പറഞ്ഞു. ഇനി പിന്നെ പറഞ്ഞതാണ് ഒരു ചേഞ്ചും ഇല്ലാത്തത്, അതായത് പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും ഒരു ചേഞ്ചും വരാത്ത കുറച്ച് നൗൺസ് ആണ് പിന്നെ പറഞ്ഞത്. അതേപോലെ തന്നെ ലാസ്റ്റ് ഫുള്ള്, ബക്കറ്റ് ഫുൾ, കപ്പ് ഫുൾ, ഗ്ലാസ് ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും വ്യത്യാസം വരില്ല. ഇറ്റ് ഈസ് യൂഷ്വൽ ആ ഫോമിൽ തന്നെ അതും കിടക്കും. പിന്നെ മാം അതില് എസ് എന്താ പിന്നെ കൊടുത്തിട്ടുള്ളത്? അതിൽ ദ സിംഗുലർ നൗൺ എൻഡിങ് ഫുൾ ഫോം ഇൻ പ്ലൂറൽ ആസ് യൂഷ്വൽ ബൈ ദ ആഡിങ് എസ് എന്ന് കൊടുത്തിട്ട് അതെന്താ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ റൂളില് പ്ലൂറൽ ഇൻ ദ യൂഷ്വൽ സാധാരണഗതിയിൽ നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുക്കണ്ട, അതേപോലെ തന്നെ. പക്ഷേ ചില കേസസിൽ, ചില ഒന്നും കണ്ട ചില എക്സെപ്ഷണൽ കേസസിൽ എസ് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതാണ് പറഞ്ഞത്, അതാണ് ആ ബ്രാക്കറ്റിൽ കിട്ടേക്കുന്നത്. അത് എക്സെപ്ഷണൽ കേസാണത്. അത് ചിലത് വരുമോ അതിങ്ങനെ, അതാണ് അവിടെ പറഞ്ഞത്. റൂളിൽ പറയണത് ശരിക്കും പറഞ്ഞാൽ പ്ലൂറൽ ലാസ്റ്റ് വരുമ്പോൾ അതിന് ചേഞ്ച് വന്നില്ല. പക്ഷെ നമ്മൾ നേരത്തെ ചില എക്സെപ്ഷണൽ കേസസ് ഒക്കെ കണ്ടേക്കണ പോലെ തന്നെ ചില സിറ്റുവേഷൻസിലും അങ്ങനെ വരാറുണ്ട്. എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ഹാൻഡ്ഫുൾ, ഒന്നില് ഹാൻഡ്ഫുൾസ് ഉണ്ട്, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഇല്ല, ഹാൻഡ് ഫുൾ, ഇവിടെ തന്നെ ശരിയാണല്ലോ, ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുന്നുണ്ട്. ഇല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, അതിന് അങ്ങനെ വരാം, ഹാൻഡ് ഫുൾസ് എന്ന് പറയാം. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഒരു എക്സെപ്ഷണൽ കേസ് സാധാരണഗതിയിൽ നമ്മൾ അതിന് എസ് ആഡ് ചെയ്ത് കൊടുക്കണ്ട, പ്ലൂറൽ യൂഷ്വൽ ഫോമിൽ തന്നെ അത് കിടന്നാൽ മതി. പക്ഷേ ചില സിറ്റുവേഷൻസിൽ അത് എസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട വരാറുണ്ട്. വളരെ റെയർ കേസസിലാണ് അത് വരുന്നത്, വളരെ റെയർ ആയിട്ടുള്ള കേസസിൽ. യൂഷ്വലി അതിന് ഒരു മാറ്റവും വന്നില്ല. യൂഷ്വൽ കേസസിൽ അത് പ്ലൂറലും സിംഗുലറും ആണെങ്കിലും സെയിം തന്നെയായിട്ടാണ് അത് കിടക്കുന്നത്. പിന്നെ ലാസ്റ്റ് പറഞ്ഞതാണ് കോമ്പൗണ്ട് നൗൺസ്. കോമ്പൗണ്ട് നൗൺസ് ആണെങ്കിൽ അതിന്റെ ആ മെയിൻ ആയിട്ടുള്ള അതിൽ മാത്രം എസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ എഴുതും. കമാൻഡർ ഇൻ ചീഫ് ബിക്കംസ് കമാൻഡേഴ്സ് ഇൻ ചീഫ്, മദർ ഇൻ ലോ ബിക്കംസ് മദേഴ്സ് ഇൻ ലോ. ഓക്കെ, എല്ലാവരും ആ എക്സാമ്പിൾസ് എല്ലാവരും നോക്കണം കേട്ടോ. എക്സാമ്പിൾസ് ആണ് ഇതിൽ മെയിൻ. ഇങ്ങനെ റൂള് ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട, ആ എക്സാമ്പിൾസ് വായിച്ച് നമ്മൾ ആ വേർഡ്സ് ആയിട്ട് ഫെമിലിയർ ആയാൽ മതി. അപ്പൊ തന്നെ നമുക്ക് കുറച്ച് റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ എങ്ങനെ പ്ലൂറൽ ആക്കും, ഏത് സിംഗുലർ എങ്ങനെയെന്നൊക്കെ നമുക്കത് തനിയെ മനസ്സിലല്ലാണ്ട് റൂൾ ഇങ്ങനെ കാണാണ്ട് പഠിക്കുകയോ ഒന്നും വേണ്ട. കാരണം എല്ലാത്തിനും ഓരോ എക്സെപ്ഷണൽ കേസസ് വരും. അപ്പൊ റൂള് പഠിച്ച് വെച്ചിട്ട് കാര്യമില്ല, റൂളെല്ലാം ജസ്റ്റ് മനസ്സിലാക്കിയേ ഇരുന്നാൽ മതി. ബട്ട് ഈ എക്സാമ്പിൾസ് എല്ലാം ഒന്ന് നോക്കി വെക്കാം, അതാണ് നമുക്ക് റീഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇത്രയും പറഞ്ഞ റൂൾസ് എല്ലാവരും ക്ലിയർ അല്ലേ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ ക്ലിയർ അല്ലേ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ക്ലിയർ ആണ് മാം. ഓക്കെ, അപ്പം ഇതാണ് പ്ലൂറൽസ് ഉണ്ടാക്കുന്നതിന്റെ കുറച്ച് റൂൾസ് ആണ് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ആ എക്സാമ്പിൾസ് എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് കൗണ്ടബിൾസിന്റെ കാര്യമാണ് ഇത്രയും നേരം പറഞ്ഞത്. കാരണം കൗണ്ടബിൾസിനല്ലേ പ്ലൂറൽ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി അൺകൗണ്ടബിൾസിനെ നോക്കാം. അൺകൗണ്ടബിൾസ്, ഇനി അൺകൗണ്ടബിൾ നൗൺസിൽ എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, uncountable nouns fall into the following groups. Things considered. ഇനി അൺകൗണ്ടബിൾ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത, എക്സാക്ട്ലി കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയണത്. ഇനി അതെങ്ങനെയാണ് കുറച്ച് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയെന്ന് നോക്കാം. തിങ്സ് കൺസിഡേർഡ് ഇൻ മാസ്. മാസ് എന്ന് വെച്ചാൽ വെയിറ്റ്, വേ ചെയ്ത് നമുക്ക് അതിന്റെ മാസ് കണ്ടുപിടിക്കാം. അതിന്റെ വേ ചെയ്ത് അതിന്റെ എത്ര കിലോഗ്രാം അല്ലെങ്കിൽ എത്ര ഗ്രാം ഉണ്ടെന്നൊക്കെ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ. തിങ്സ് കൺസിഡേർഡ് ഇൻ മാസ്,
അതേതൊക്കെയാണ്? എങ്ങനത്തെ ആയിരിക്കും? ഷുഗർ, റൈസ്, വീറ്റ്, ഹെയർ, ഡസ്റ്റ്, ഇതെല്ലാം നമുക്ക് വേ ചെയ്യണ കുറച്ച് സാധനങ്ങൾ. ഓക്കെ, അപ്പൊ വേ ചെയ്യേണ്ട കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ കുറച്ച് മെറ്റീരിയൽസ് ആയിട്ട് വരാം. ഇപ്പൊ ഗോൾഡ്, വുഡ്, പേപ്പർ, ഇതൊന്നും നമുക്ക് ഇതും അൺകൗണ്ടബിൾ സാധനങ്ങളാണ്, അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ് ആണ്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി, പിന്നെ ഒന്ന് നോക്കി വെച്ചാൽ മതി. ലിക്വിഡ്സ് ആയിട്ട് വരുന്നത്, വാട്ടറി ആയിട്ട്, ഫ്ലൂയിഡ്സ് ആയിട്ട് വരുന്ന സാധനങ്ങൾ, വാട്ടർ, ഓയിൽ, മിൽക്ക്, പിന്നെ ഗ്യാസസ്, എയർ, ഹൈഡ്രജൻ, ഓക്സിജൻ, സ്മോക്ക്, പിന്നെ നാച്ചുറൽ ഫിനോമിന ലൈക്ക് കോൾഡ്, ഹീറ്റ്, സൺലൈറ്റ്, ഇലക്ട്രിസിറ്റി, പിന്നെ ആബ്സ്ട്രാക്ട് നൗൺസും വരുന്നത് എന്റെ കൂട്ടത്തില് ആങ്കർ, കറേജ്, ഹാപ്പിനെസ്, നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ബ്രാഞ്ചസ് ഓഫ് ലേണിംഗ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, ഇതെല്ലാം അൺകൗണ്ടബിൾ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. ഇതിനൊന്നും പ്ലൂറൽ ഇല്ല. ഇതൊക്കെ അൺകൗണ്ടബിളിൽ വരുന്ന സാധനങ്ങൾ, നൗൺസ് ആണ്, അൺകൗണ്ടബിൾ നൗൺസ് ആണ് ഇതെല്ലാം. എക്സാമ്പിൾസ് നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, വേറെ അൺകൗണ്ടബിൾസിനുള്ള ലിസ്റ്റ് ആണ് ഇതെല്ലാം കൊടുത്തേക്കുന്നത്. ആബ്സെൻസ്, ആക്സസ്, അഗ്രികൾച്ചർ, ആങ്കർ, അറ്റ്മോസ്ഫിയർ, കുറച്ച് അതിങ്ങനെ ലിസ്റ്റ് കൗണ്ട് ചെയ്യാൻ പറ്റും, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനൊന്നും പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്ലോസ്, ബാഗേജ്, ബോർഡം, ബിസിനസ്, ഇതൊന്നും നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺസിനെ നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് വിളിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അത് അൺകൗണ്ടബിൾ അത്രേ ഉള്ളൂ. ബാക്കി ഇതും അങ്ങനെ തന്നെ അൺകൗണ്ടബിൾ നൗൺസിന്റെ എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. ഇതൊക്കെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി, ആരും ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കുകയൊന്നും വേണ്ട. കോഫി, ഫെയ്ത്ത്, ജസ്റ്റിസ്, ജ്വല്ലറി, നോളജ്, ലഗേജ്, ഫ്ലഷ്, ഫിക്ഷൻ, ഫൺ, ഫുട്വെയർ, ഗ്രോത്ത്, ഇതെല്ലാം അൺകൗണ്ടബിളിന് എക്സാമ്പിൾസ് ആണ്. There are also certain nouns which can be both used as countables and uncountable according to their meaning. ഇനി ചില നൗൺസ് അൺകൗണ്ടബിളും കൗണ്ടബിളും ആയിട്ട് രണ്ടുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ അവരുടെ മീനിങ് അനുസരിച്ച് നമുക്ക് രണ്ടുമായിട്ട് യൂസ് ചെയ്യാം. കൗണ്ടബിളും ആയിട്ട് യൂസ് ചെയ്യാം, അൺകൗണ്ടബിളും ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ഇതിന് ഒരു എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ എക്സാമ്പിൾ നോക്കുമ്പോൾ അത് മനസ്സിലാവും, ഒന്നും കൂടി ക്ലിയർ ആവും. ഐ ഹാവ് സം വർക്ക് ടുഡേ, അത് ഇവിടെ അൺകൗണ്ടബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, ഇത് എനിക്ക് കുറച്ച് ജോലി ഉണ്ട് ചെയ്യാൻ നമ്മൾ പറയണേ. അപ്പൊ ഇറ്റ് ഈസ് ഹിയർ അൺകൗണ്ടബിൾ. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കി, ഐ ഹാവ് റെഡ് ദ വർക്ക്സ് ഓഫ് ഷേക്സ്പിയർ, അത് നമുക്ക് കൗണ്ട് ചെയ്യാം. കാരണം എന്താ, ഷേക്സ്പിയറിന്റെ വർക്ക്സ്, ഷേക്സ്പിയർ എഴുതിയ കൃതികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്, നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പൊ കണ്ട, വർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു വേർഡ് അൺകൗണ്ടബിളും ആയിട്ട് എടുക്കുക, കൗണ്ടബിളും ആയിട്ട് എടുക്കുക. ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്താ പറഞ്ഞത്, ഐ ഹാവ് സം വർക്ക് ടുഡേ, എനിക്ക് ഇന്നൊരു കുറച്ച് ജോലി ഉണ്ട് ചെയ്യാൻ, കുറച്ച് ജോലി, സം വർക്ക് എന്നാണ്. അപ്പൊ അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട്, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു നൗൺ ആയതുകൊണ്ട് അവിടെ അത് അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ, ഐ ഹാവ് റെഡ് ദ വർക്ക്സ് ഓഫ് ഷേക്സ്പിയർ, ഷേക്സ്പിയർ എഴുതിയ കൃതികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ വർക്ക്സ്, ഷേക്സ്പിയറിന്റെ വർക്ക്സ് നമുക്ക് കൗണ്ട് ചെയ്യാലോ, ഡ്രാമാസും പോയറ്റ്സും സോണറ്റ്സും എല്ലാം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് അത് ഇവിടെ കൗണ്ടബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചില വേർഡ്സ് കൗണ്ടബിളും അൺകൗണ്ടബിളും ആയിട്ട് വരുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് നൗൺസ് ആണ്, ഹിയർ ഇസ് എ ലിസ്റ്റ് ഓഫ് സച്ച് കോമൺലി യൂസ്ഡ് നൗൺസ്. ഇതേപോലെ രണ്ടുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് ആണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഏജ്, അറ്റൻഡൻസ്, അപ്പോയിന്റ്മെന്റ്, എഗ്രിമെന്റ്, അട്രാക്ഷൻ, അബ്യൂസ്, കോഫി, പണിഷ്മെന്റ്, കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് ആണിത്. ഇനി ഈ അടുത്തൊരു പോയിന്റ്, ഇറ്റ് ഈസ് indefinite articles a or an should never be used before uncountable nouns. ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എ ഓർ ആൻ നമ്മൾ എവിടെ യൂസ് ചെയ്യണത്, സിംഗുലറിനല്ലേ, സിംഗുലർ വേർഡ്സിന് നൗൺസിനാണ് നമ്മൾ എ ഓർ ആൻ യൂസ് ചെയ്യണത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എ ഓർ ആനിന് നമ്മൾ വിളിക്കുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് എ ഓർ ആനിനെ പറയണത്.
അപ്പൊ ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, അതായത് ഈ എ ഓർ ആൻ ഒരിക്കലും ഒരു അൺകൗണ്ടബിൾ നൗണിന്റെ മുമ്പിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എ ഓർ ആൻ യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം സം, എനി അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. പക്ഷേ എ ഓർ ആൻ ഒരിക്കലും ഒരു അൺകൗണ്ടബിൾ നൗണിന്റെ മുമ്പിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഇസ് റോങ്, കംപ്ലീറ്റ്ലി റോങ് ആണ് ആ ഒരു ഇത്. എക്സാമ്പിൾ നോക്കിക്കേ. മൈ മദർ ഗേവ് മീ ആൻ അഡ്വൈസ് എന്ന് പറഞ്ഞ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപദേശം. അതായത് ഫസ്റ്റ് ലെറ്റർ അതിൻ്റെ അകത്ത് ഏതാ കിടക്കുന്നത്? എ അല്ലേ? എ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വവൽ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച റൂളിനനുസരിച്ച് അഡ്വൈസ് എന്ന് പറയുന്നത് വവലിൽ തുടങ്ങുന്നതായത് എ ആൻ അവിടെ നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് അഡ്വൈസ് എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് ആ സെന്റൻസ് അവിടെ റോങ് ആണ്. മൈ മദർ ഗേവ് മീ ആൻ അഡ്വൈസ് എന്ന് പറയുന്നത് റോങ് ആണ്. അതിന് പകരം നമുക്ക് എങ്ങനെ പറയാം? മൈ മദർ ഗേവ് മീ സം അഡ്വൈസ്. കണ്ടോ? അപ്പൊ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ എ ഓർ ആൻ ഒരു അൺകൗണ്ടബിൾ നൗണിന്റെ മുമ്പിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതിന്റെ പകരം നമുക്ക് സം ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത സെന്റൻസ് നോക്കിയേ. മൈ മദർ ഗേവ് മീ എ പീസ് ഓഫ് അഡ്വൈസ്. നല്ലൊരു സെന്റൻസ് ആണ് അത്. മൈ മദർ ഗേവ് മീ എ പീസ് ഓഫ് അഡ്വൈസ്. കണ്ടോ? എ പീസ് ഓഫ് അങ്ങനെ പറയാം. അല്ലാണ്ട് ആൻ അഡ്വൈസ് എന്ന് പറയുന്നത് റോങ് ആണ്. നമുക്ക് അവിടെ ആൻ അഡ്വൈസിനോ എ അഡ്വൈസ് റോങ് ആണ്, ആൻ അഡ്വൈസ് റോങ് തന്നെയാണ്. ഈ ജസ്റ്റ് ആഡ് സം ഓർ എ പീസ് ഓഫ് അഡ്വൈസ്, ഇറ്റ് ഈസ് ഓൾസോ എ ഗുഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ മൈ മദർ ഗേവ് മീ ആൻ അഡ്വൈസ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്താണ്? അൺകൗണ്ടബിൾ നൗൺസിന്റെ മുമ്പിൽ ഒരിക്കലും എ ഓർ ആൻ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എ ഓർ ആൻ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി അൺകൗണ്ടബിൾ നൗൺസ് ആർ പ്രിസീഡഡ് ബൈ ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. ഇനി നമുക്ക് എ ഓർ ആൻ അല്ലാതെ നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാം? നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഈ എക്സ്പ്രഷൻസ് എല്ലാം നമുക്ക് അൺകൗണ്ടബിളിന്റെ ഒപ്പം യൂസ് ചെയ്യാം. എ പീസ് ഓഫ്, മെനി പീസ് ഓഫ്, എ ബിറ്റ് ഓഫ്, മെനി ബിറ്റ്സ് ഓഫ്, an item, many items of, this, that, some, any, a lot of, a good deal of. അപ്പോൾ എ ഓർ ആനും പകരമായിട്ട് we can use these എക്സ്പ്രഷൻസ്. എ ഓർ ആനിന് പകരമായിട്ട് അൺകൗണ്ടബിൾസിന് നമുക്ക് ഈ എക്സ്പ്രഷൻസ് എല്ലാം ആഡ് ചെയ്യാം. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ഇതെല്ലാം. എ ഓർ ആൻ മാത്രം അൺകൗണ്ടബിളിന് പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? യെസ് മാം. ഓക്കെ, നമ്മൾ അൺകൗണ്ടബിളിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. കൗണ്ടബിളിന്റെ കാര്യത്തിലാണ് നമ്മൾ പ്ലൂറൽ ഫോംസ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞത്. പിന്നെ വെൻ വി കെയിം ടു അൺകൗണ്ടബിൾ നൗൺസ് എന്താണ്? ഇറ്റ് ഈസ് സംതിങ് നമുക്ക് വേ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാനോ പറ്റുന്ന, കൗണ്ട് ചെയ്ത് തിട്ടപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ കുറച്ച് തന്ന്, എക്സാമ്പിൾസ് ഒക്കെ എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് കൊടുക്കുക. ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക. എല്ലാ വേർഡ്സും ഒന്ന് ഫെമിലിയർ ആയിട്ട് എല്ലാവരും ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ പറഞ്ഞ കുറച്ച് ഇതാണ്, ദർ ആർ ഓൾസോ സർട്ടൻ നൗൺസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് കൗണ്ടബിൾസ് ആൻഡ് അൺകൗണ്ടബിൾ. കൗണ്ടബിൾസും അൺകൗണ്ടബിൾസും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില നൗൺസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വർക്ക്. പിന്നെ പറഞ്ഞ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റൂളാണ് എ ഓർ ആൻ, അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എ ഓർ ആൻ ഒരിക്കലും അൺകൗണ്ടബിൾ നൗൺസിന്റെ മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യത്തില്ല. അതിന് പകരം there are more expressions, that is a piece of, many piece of, a lot of, a good deal of, much, little, a few. അതൊക്കെ നമുക്ക് അൺകൗണ്ടബിളിന് യൂസ് ചെയ്യും. അതൊക്കെ ഒരു മെഷർ ചെയ്യണ അല്ലെങ്കിൽ ഒരു വേ ചെയ്യണ സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ എക്സ്പ്രഷൻസ് വെച്ച് പറയണത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്ന് നമുക്ക് ഇത്രയേ ഉള്ളൂ നോക്കാൻ. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും റൂള് മനസ്സിലാവാതിരിക്കേ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നൗൺസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൗൺ ഒരു ഐഡന്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഒരു സെന്റൻസിൽ ഒരു നൗൺ ഏതാന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് യു ഓൾ
understood the class. Okay. അപ്പം ഇന്ന് നമ്മളിവിടെ വെച്ച് ക്ലാസ് നിർത്തുകയാണ്. ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി നോക്കാം. ഞാൻ ഇന്നൊരു ടോപ്പിക് തരാം. ജസ്റ്റ് ഒരു 3 സെന്റൻസോ 4 സെന്റൻസോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ഓക്കെ. ഓക്കെ, നമുക്കിനി ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് പ്രസന്റേഷൻ ഇല്ല, ഞാനത് ചെയ്തില്ല. ഞാൻ അതിന് പകരം ഒരു ടോപ്പിക് തരാം. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ഇന്നത്തെ ടോപ്പിക് എന്ത് എടുക്കും? വി ക്യാൻ ടോക്ക് അബൌട്ട് മൈ റോൾ മോഡൽ. ആരെങ്കിലും ഒരാളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കും. റോൾ മോഡലിനെ കുറിച്ച് ഒരു 3 സെന്റൻസ് പറഞ്ഞാൽ മതി. നിങ്ങളുടെ റോൾ മോഡൽ ആരാണ് എന്നുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു റോൾ മോഡലായിട്ട് തിരഞ്ഞെടുത്തത്, അങ്ങനെ എന്തെങ്കിലും ഒരു 2 or 3 സെന്റൻസ് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് നോക്കാമോ? ഞാൻ ടൈം തരാം, ഒരു 5 minutes പ്രിപ്പയർ ചെയ്തോ. ഓക്കെ, 5 വേണ്ട, 2 minutes തരാം. ഇപ്പൊ നമ്മുടെ ടൈം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. 2 minutes തരാം. വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഈ ആക്ടിവിറ്റി ഞാൻ എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കും. ഇപ്പൊ നമുക്ക് ടൈം പരിമിതി ആയതുകൊണ്ട് മാത്രം ഇന്ന് കുറച്ച് പേരെ ചെയ്യുള്ളൂ. ബട്ട് അടുത്ത ക്ലാസ്സിൽ എല്ലാവരും പ്രിപ്പയർ ആയി വരുന്നു കേട്ടോ. അടുത്ത ക്ലാസ്സിൽ 5 സെന്റൻസ് ആയിരിക്കണം കേട്ടോ എല്ലാവരും പറയേണ്ടത്. മൈ റോൾ മോഡലിനെ കുറിച്ച് 5 സെന്റൻസ് യു ഷുഡ് പ്രിപ്പയർ ആൻഡ് കം. ഇപ്പൊ ഒരു 2 or 3 പെട്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ, അതുകൊണ്ട് ഒരു 2 or 3 സെന്റൻസ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്. ഓക്കെ, ഫസ്റ്റ് ആര് പറയും? ടേക്ക് യുവർ ടൈം, പ്രിപ്പയർ ചെയ്തോ, എന്നിട്ട് മതി. ആരെങ്കിലും പറയാൻ പറ്റുമോ? ഒരു 2 സെന്റൻസോ 3 സെന്റൻസോ 3 സെന്റൻസസ്. Is anybody ready? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മൈ റോൾ മോഡൽ ഇസ് ആരാന്ന് വെച്ചാൽ ഇപ്പൊ ഇറ്റ് ക്യാൻ ബി യുവർ ഫാദർ, ഇറ്റ് ക്യാൻ ബി യുവർ മദർ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. മൈ റോൾ മോഡൽ ഇസ് എന്ന് പറഞ്ഞ് പറയാ. ദെൻ വൈ, എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ റോൾ മോഡൽ ആക്കിയത്? ബിക്കോസ് എന്ന് പറഞ്ഞ് അതെന്താണ്? ബിക്കോസ് ഹി ഹെൽപ് മീ ഇൻ എനി മൈ ഡിഫിക്കൽട്ട് സിറ്റുവേഷനോ, അല്ലെങ്കിൽ ഹി ഹെൽപ് മീ ഇൻ എവറി സർക്കംസ്റ്റൻസസ്, അങ്ങനെ എന്തെങ്കിലും ഒരു 2 സെന്റൻസ്. ഐ ലവ് ഹിം വെരി മച്ച്, അല്ലെങ്കിൽ ഐ ലവ് ഹർ വെരി മച്ച്. ഷീ ഗേവ് മീ ദ സ്ട്രെങ്ത് ടു ഓവർകം ഓൾ ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഇൻ മൈ ലൈഫ്. അങ്ങനെ എന്തെങ്കിലും പാരന്റ്സിനെ കുറിച്ച് പറയാ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള വേറെ ആരെങ്കിലും കുറിച്ച് പറയാ. അബ്ദുൽ കലാം, അതേപോലെ ആരെങ്കിലും, ഗാന്ധിജി, ആരെങ്കിലും. ട്രൈ ചെയ്ത് നോക്കട്ടെ മാം. ഓക്കെ. ആരാണ് ഫസ്റ്റ്? ഭാവനയാണോ ഫസ്റ്റ്? എന്നാ ഭാവന ഒന്ന് പറഞ്ഞു നോക്കുന്നു. My role model is Mother Teresa because she dedicated her entire life to help in others, and she is also a risk taker. Okay. Very good. Well said. Very good. First attempt. നന്നായിട്ട് പറഞ്ഞു. Very good. ഓക്കെ, ഇനി അടുത്ത ആരാണ്? നിങ്ങൾ ഓൺ വേർഡ്സിൽ തന്നെ പറഞ്ഞു നോക്കട്ടാ. പറയും. My role model is my mother because she was very kind and lovable. I can't understand her power. She is doing everything is perfect. She is doing. Okay, very good. Well said. ഞാൻ പറയട്ടെ. പറയും. ദീപ്തി പറയും. My role model is my mother. My mother is my best friend, my advisor, and my support system. She has always been there for me through thick. She is beautiful person inside out me. She is the most understood people I know. ആ ലാസ്റ്റ് സെന്റൻസ് ഒന്നും കൂടി പറഞ്ഞാൽ കേട്ടില്ല. ഷീ ഈസ് ദ മോസ്റ്റ്
most understanding person of Person the people. in your life. Okay, very good, very good. Deepthi, very good. ഞാൻ പറയട്ടെ മാം. ആൽഫ പറയൂ. My role model is my mother because my mother is the one who helps, care, cook and look after me in every situation without any blame. She gave me strength and I love her so much. Very good, very good. Well said, well said. ഇനി അടുത്തതാരാണ്? ആരുമില്ലേ? ഇനി ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. Ma'am, Ah. my role model is Abdul Kalam. He has, we all know what he has achieved in his life. He has dedicated his entire life for the country. So, which is, nobody can sacrifice that much, because when we see his autobiography, we can see that he has dedicated, and nothing is left when he died, that only his degree and his some of his clothes were there. So I really appreciate his hard work and dedication for his profession as well as for the children, because after his profession, his passion is for teaching the children. So he always says You that always wanted children are the younger generation to come forward. You always Yes. wanted that. Yes, very Yes. good, very good, Jyoti. Very good. So I always look up on him. Yeah, okay. Okay, next. അടുത്തതാരാണ്? ഓക്കെ, എന്നാൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ഇതുപോലെ ഇപ്പൊ പറഞ്ഞ ആൾക്കാർ അവരും കൂടെ പറയണം, ബട്ട് കുറച്ച് സെന്റൻസും കൂടെ ആഡ് ചെയ്യണം. നിങ്ങളുടെ ഓൺ സെന്റൻസസ്, നിങ്ങളുടെ സിമ്പിൾ സെന്റൻസസ് മതി. ഒരുപാട് വലിയ വലിയ വേർഡ്സോ ഒന്നും ആഡ് ചെയ്യുകയോ ഒന്നും വേണ്ട. നിങ്ങളുടെ സിമ്പിൾ സെന്റൻസസിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. എല്ലാവരും ഒരു 5 or 6 സെന്റൻസസ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം കേട്ടോ അടുത്ത ക്ലാസ്സിൽ വരാൻ. മൈ റോൾ മോഡൽ ഇസ് ദ ടോപ്പിക്. എല്ലാവരും അടുത്ത ക്ലാസ്സിൽ ഒരു 5 or 6 സെന്റൻസ് പ്രിപ്പയർ ചെയ്തിട്ട് വരും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, സോ ഗുഡ് നൈറ്റ് എവറി വൺ. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Good night, ma'am. Okay, good night. Good night. Bye. Good night, ma'am.